ഇത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്ത് കിടക്കുന്ന ഒരു രോഗിക്ക് ഇന്നലെ ഒരു ഓപ്പറേഷൻ ചെയ്തു. അതിനെപ്പറ്റിയാണ് ഇപ്പോഴത്തെ വിവാദം. മാധ്യമങ്ങളിൽ കണ്ട പല കാര്യങ്ങളും തെറ്റായിട്ട് തോന്നിയുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അതിനെപ്പറ്റി ക്ലാരിറ്റിക്ക് വേണ്ടി നടത്തുന്നത്. ഇത് ഈ ഫോറാം മുട്ടിന് താഴെയുള്ള ഒരൊടിവാണ്. ആ ഒടിവിൽ എല്ലൊടിയും കൂടാതെ ഈ താഴത്തെ ജോയിൻറ്റും ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എക്സ്റേ എടുത്ത് പരിശോധിച്ച് അനസ്തീഷ്യ കൊടുത്താണ് ഓപ്പറേഷൻ ചെയ്തത്. അതിന് കിട്ടേണ്ട ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കാരണം ഒടിഞ്ഞ ഭാഗത്ത് പ്ലേറ്റ് ചെയ്തു, പിന്നെ താഴത്തെ ജോയിൻ്റ് ഇളകിയതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി പുറമേ നിന്നൊരു ഒരു കമ്പി പുറത്തു നിന്ന് തൊലിപ്പുറത്ത് നിന്ന് അകത്തോട്ട് ഇട്ടേക്കണേ. അതാണ്. അപ്പോൾ ആ രണ്ടാമത്തെ കമ്പി 4 ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ലിഗമെൻറ്റ്സ് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അത് മാറ്റാം. അതുകൊണ്ടാണ് അത് പുറത്തോട്ട് വെച്ചേക്കണം. തൊലിപ്പുറത്ത് വെച്ച് അല്പം വളച്ച് തന്നെ വെച്ചേക്കണം. എടുക്കാൻ വേണ്ടി അകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കാനും വേണ്ടിയാണ് അതങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ ഇത് കേട്ടോടുകൂടി തന്നെ കാലത്തെ തന്നെ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചു. അതിൻ്റെ എക്സ്റേ കണ്ടു. അതിൻ്റെ അത് യാതൊരു അപാകതയും ഞാൻ കാണുന്നില്ല. മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യവുമില്ല. ഓരോ ഭാഗത്തിനും ഒടിവിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാൻസ് ഉണ്ട്. അത് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതേ മെഡിക്കൽ കോളേജിൽ ഈ മാസം ഇതേ ഒടിവിന് ചെയ്ത മറ്റു പല രോഗികളുടെയും എക്സ്റേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാധ്യമത്തിലുള്ളവർക്ക് വെരിഫൈ ആവുന്നതാണ്. അതാണ് സത്യാവസ്ഥ. ഇവിടെ ഒരു യൂണിറ്റിൽ ഒരു ഓപ്പറേഷന് വേണ്ടി തീരുമാനം എടുക്കുക യൂണിറ്റ് ചീഫാണ്, അൾട്ടിമേറ്റ് അതോറിറ്റി. അദ്ദേഹത്തിന് അറിവില്ലാതെ അവിടെ ഓപ്പറേഷൻ നടക്കില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വൈകുന്നേരം സാറിന് ഇതിന് പോസ്റ്റ് ഓപ്പ് എക്സ്റേ എടുക്കും. അത് അഴച്ചു കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒന്നും മാറ്റേണ്ട കാര്യങ്ങളില്ലാന്ന് തീരുമാനിച്ചു കൊടുത്തു. അതാണ് അത് തെറ്റിദ്ധാരണ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ കമ്പി മാറ്റിയിട്ടിട്ടൊന്നുമില്ല. കമ്പി മാറ്റിയിട്ട് ആർക്ക് വേണമെങ്കിൽ വെരിഫൈ. കൂടാതെ ഓർത്തോ വിഭാഗം മേധാവി എന്നുള്ള നിലയ്ക്ക് എത്രയും വേഗം ഇന്ന് തന്നെ ഏത് അന്വേഷണ ഏജൻസിയിൽ കൊണ്ടുവന്നും അന്വേഷിക്കാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം. എത്രയും വേഗം ചെയ്യുക എന്നാലേ സത്യം ക്ലിയർ ആവുള്ളൂ. അതിപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു തെറ്റിദ്ധാരണ ഒരു കാരണം ഞാൻ കേട്ടത് ഒരു ചെറിയ കമ്പി പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. അത് പുറത്ത് തന്നെ വെച്ച സാധനങ്ങളാണ്. അത് പുറത്തിരിക്കേണ്ട കമ്പിയാണ്. അത് 4 ആഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അത് 4 ആഴ്ച കഴിഞ്ഞ് മാറ്റേണ്ടതാണ്. കാരണം അത് വളച്ച് വെച്ചേക്കണം എന്താ വെച്ചാൽ അകത്തോട്ട് പോകാതിരിക്കാനും പിന്നീട് എടുക്കാനും വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കൈ അനക്കി തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുകളിലിട്ടേക്കണ പ്ലേറ്റ് തുടരേണ്ടി വരും. അത് കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഓപ്പറേഷൻ കഴിയുമ്പോൾ വൈകുന്നേരം ആദ്യം ഫസ്റ്റ് ഇയർ PG പോയി കാണും. കൈയൊക്കെ കണ്ട് എക്സ്റേ എടുക്കും. എന്നിട്ട് നമ്മുടെ ഓരോ യൂണിറ്റും ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പുതിയ വേണ്ട നിർദ്ദേശങ്ങൾ മുകളിൽ തന്നെ വരും യൂണിറ്റ് ചീഫിൻ്റെ ലെവൽ. അപ്പോൾ ഫസ്റ്റ് ഇയർ PG കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കമ്പി എന്തെങ്കിലും ഇളകിയാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞതാണ് ആ രോഗികളുടെ ബന്ധുക്കൾ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യൂണിറ്റ് ചീഫ് കണ്ടു. രാത്രി തന്നെ എനിക്ക് അഴിച്ചു വന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് മാറ്റേണ്ട യാതൊരു കാരണവുമില്ല. അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. ഇതേപോലത്തെ കേസുകൾ ഈ മാസം തന്നെ ചെയ്ത പലരുടെ എക്സ്റേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. യൂണിഫിച്ച് എന്നുള്ളതല്ല ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അതെ അത് ഞാൻ പലതും മീഡിയയിൽ നിന്ന് കേൾക്കണത് ഇങ്ങനെ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അതെ, കമ്പി മാറിപ്പോയിട്ടില്ല. ഉറപ്പിച്ച് പറഞ്ഞു കമ്പി മാറിപ്പോയിട്ടില്ല. അതാണ് കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ്. അത് ഏത് ബുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അത് ഓരോ സൈസ് മിക്കവാറും ഒരു 1.8 KVAR ആയിരിക്കാൻ സാധ്യത. അത് പല സൈസ് ഉണ്ട്. അത് ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പികൾ കാണും. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്ലേറ്റാൽ എത്ര ഹോൾ വേണമെന്നുള്ളത് തുറന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കണം. അത് 1.8 ആയിരിക്കും ആയിരിക്കണം. അത് വെരിഫൈ ചെയ്യണം. കാരണം ഇത് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്താണ് അത് തീരുമാനിക്കണം. അത് എക്സാക്ട് എന്നുള്ള ഓപ്പറേഷൻ നോട്ട് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റും. അതല്ല, അത് എൻ്റെ ഉദ്ദേശം എൻ്റെ അനുമാനം അവർ തെറ്റിദ്ധരിച്ചെന്നാണ്. കാരണം കമ്പി പുറത്തിരിക്കുന്നത് വലിയ കമ്പിയാണെന്നുള്ളത്. അത് സാധാരണ ഇത്ര 6 ഇഞ്ച് ഉണ്ടാവും. അത്
ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അറ്റം വളച്ചാണ് വെക്കാറ്. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ കമ്പി നീളക്കൂടുതലെന്ന് വിശ്വസിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങൾക്ക് അതിലും കൂടുതൽ ആശയമുണ്ട്. മെഡിക്കൽ കോളേജിനെ പറ്റി ഒരു ചീത്ത അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഇത്രയും ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു നിസ്സാര കാര്യത്തിന് നമ്മൾ ഇത്രയും ചീത്തപ്പേര് വരണം എന്നുള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തേക്കണം. അത് ഞാൻ ബഹുമാധ്യാപകർക്കും പ്രിൻസിപ്പൽ നിലയ്ക്ക് എത്രയും വേഗം അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്ന് തന്നെ തുടങ്ങണം. പോലീസ് ഓൾറെഡി വന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണ സഹകരണം തരും. അത് ഞാൻ മനസ്സിലാക്കണം. കാലത്ത് ഞാൻ വന്നപ്പോൾ തന്നെ ACP വന്നിരുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ചന്വേഷിച്ചു. DME നിന്ന് അന്വേഷിച്ചു. പ്രിൻസിപ്പളും സൂപ്രണ്ടും എല്ലാവരും അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് മീഡിയനെ ഫേസ് ചെയ്യണതിനും അല്ല അങ്ങനത്തെ ഒരു മീറ്റ് വിളിക്കണതിന് എനിക്ക് പരിധിയുണ്ട്, പെർമിഷൻ കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് നേരിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞു. സത്യാവസ്ഥ എന്താണെന്നാണ് മീഡിയനോട് അറിയിക്കണമെന്ന് പറഞ്ഞു. DME എന്നുള്ള നിലക്കും പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് വൈസ് പ്രിൻസിപ്പൽ ഞങ്ങൾ കൂടിയെന്ന്. അല്ല അതെന്താ ആ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലായിട്ടൊന്ന് വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും, മാധ്യമങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണം. 4 ആഴ്ച. കാരണം അത് ഈ ഇവിടുത്തെ ഈ ജോയിൻറ്റ് ഇളകിയിട്ടുണ്ട്. അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കേവർ ഇടുന്നത്. അതിൻ്റെ ഒരു അറ്റമാണ് പുറത്ത് വെക്കുന്നത്. അത് പുറത്താണ് വെക്കണത്. ഞാൻ അതിൻ്റെ എക്സ്റേ കാണിച്ചു തരാം, മറ്റുള്ളവരെയും കൂടി ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ആ അറ്റം വളച്ചു വെക്കും. കാരണം അത് വളച്ചു വെക്കണമെന്ന് ഉള്ളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യരുതും, അതേസമയം പിന്നീട് നമുക്ക് എടുക്കാനും പറ്റണം. അതിൻ്റെ പർപ്പസ് 4 ആഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. മറ്റേ പ്ലേറ്റ് എല്ല് ചേരണവരെ തുടരേണ്ടി വരും. അത് കൂടുതൽ സമയം പിടിക്കും. ഒരു പഴവല്ല അത് ചിലപ്പോൾ സമയത്ത് 2 ആയാലും ഇതല്ല. ആ ബോണിൻ്റെ തിക്നെസ് അത് എത്രയും നല്ല എനിക്ക് കൃത്യമായിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഏജ് ലെവലല്ല, ബോണിൻ്റെ സ്ട്രെങ്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ തിക്നെസ് ഇപ്പോൾ ഒരു ചെറിയ ഇതാണ്, കുറച്ച് കട്ടിയുള്ള സ്ഥലത്താണ് കൂടുതൽ കട്ടിയുള്ള വേണ്ടി വരും. അത്രേ ഉള്ളൂ. അത് ചെറിയ അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. അതിൻ്റെ അത് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവസ്ഥ. ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് കാസ്പണ്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാത്ത കമ്പി ചിലപ്പോൾ അവർക്ക് ഇൻഷുറൻസ് ഇല്ല അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് എൻ്റെ യൂണിറ്റിൽ സംഭവിച്ചതല്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അത് വെരിഫൈ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഏതായാലും ഒരു പ്ലേറ്റും ഒരു കേവറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ കേവർ 6 ഇഞ്ചാണ്. അതിൻ്റെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള. അത് ഇവിടുത്തെ സർക്കാരുകൾ, നമ്മൾ സാറിന് അങ്ങനെ ഇല്ലാത്തവർക്ക് സർക്കാരിൻ്റെ കടയുണ്ട്, അങ്ങോട്ട് വിടാം. HDS വഴിയായിട്ട് മേടിക്കാറ്. അതെ. അപ്പം എനിക്കിപ്പോൾ ഈ സംഭവത്തിന് മാത്രമേ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പറയാനുള്ളൂ. കാരണം ഇതിനെപ്പറ്റി ഇപ്പോൾ മേധാവി എന്നുള്ള ആൾക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കോളേജിനും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ അകത്തൊരു സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കാലത്ത് വന്ന് അന്വേഷിച്ചതും കാര്യങ്ങൾ എന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്നു.